നമസ്കാരം ആർ പി. ഇങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് ഈരാറ്റുപേട്ട വരെ മുസ്ലിങ്ങൾ ഖമനായിക്ക് വേണ്ടി കീജെ വിളിക്കുന്നു. എന്ത് കണ്ടിട്ടാണ് എന്നറിയില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും മറ്റ് തൽപര കക്ഷികൾ, എന്തെങ്കിലും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടോ എന്നും അറിയില്ല. പക്ഷേ നിരന്തരം ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരുന്നു. അത്ര വിശുദ്ധനാണോ ഖമനായി? ഇത് എന്തുകൊണ്ട് എന്നറിയില്ല എന്ന് പറയുന്നത് തെറ്റാണ്. എന്തുകൊണ്ടെന്ന് വളരെ വ്യക്തമല്ലേ. മതബോധം മാത്രമാണ്. അതായത് ഞങ്ങൾ ഏത് രാജ്യത്ത്, ഏത് ദേശത്ത്, ഏത് ഭാഷ സംസാരിച്ചാലും മുസ്ലിം എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാന ഐഡൻറ്റിറ്റി. അത് കഴിഞ്ഞ് ദേശീയതയും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നു എന്നുള്ളതിൻ്റെ ഒന്നുകൂടിയുള്ള ഒരു വിളംബരം മാത്രമാണ്. അതിൻ്റെ ഒരു അടിവരയിടുന്നത് മാത്രമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഈരാറ്റുപേട്ടയിലും കോഴിക്കോടും ഒക്കെ ഉള്ളവർക്കും, അല്ലെങ്കിൽ കശ്മീരിലുള്ളവർക്കും അലി ഖമേനിയുമായിട്ടോ അല്ലെങ്കിൽ ഇറാനിൽ നടക്കുന്ന യുദ്ധവുമായിട്ടോ വലിയ ബന്ധമൊന്നുമില്ല. ഇപ്പം നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇറാനിലൊരു യുദ്ധമുണ്ട്, ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്നു. ലോകത്ത് നടക്കുന്ന ഒരു സംഘർഷം എന്നുള്ള നിലയ്ക്കപ്പുറം ഇതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുകയും ഇത് നമ്മുടെ യുദ്ധമാണ് എന്ന് തോന്നുകയും ചെയ്യുന്നത് അത് മതബോധം കൊണ്ട് മാത്രമാണ്. ആ മതബോധം പലപ്പോഴും ദേശീയതയ്ക്കും അപ്പുറം പോകുമ്പോഴാണ് അതാത് നാടുകളിലും പ്രശ്നമുണ്ടാകുന്നത്. ഇത് അതിൻ്റെ ഒരു കൃത്യമായ ഒരു ഉദാഹരണമായിട്ട് ഇതിനെ എടുക്കാം. പിന്നെ രണ്ടാമത് താങ്കൾ ചോദിച്ചത് ഈ അലി ഖമേനി അദ്ദേഹം ഇത്ര വലിയ വിശുദ്ധനാണോ എന്നാണ്. വിശുദ്ധനേ അല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. വേറെ ഒന്നുമല്ല. അദ്ദേഹത്തെ ഇപ്പോൾ വിശുദ്ധനാക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തെ ഇസ്ലാമിക ലോകത്തിൻ്റെ വലിയ പോരാളിയായിട്ടും വലിയ നേതാവായിട്ടും പറയുന്നു. ഇദ്ദേഹത്തെ തന്നെയാണ്, ഇദ്ദേഹം ഷിയായാണെന്നുള്ള പേരിൽ ഇത്രയും കാലം ഈ മുസ്ലിം ഉമ്മ എതിർത്തുകൊണ്ടിരുന്നത്. അത് വളരെ വ്യക്തമാണ്. സൗദി അറേബ്യയിലെ കിരീടാവകാശിയായ സൽമാൻ രാജകുമാരൻ, ഇപ്പോൾ സൗദിയിലൊക്കെ ജോലി ചെയ്യുന്ന മലയാളികൾ മിണ്ടാൻ വയ്യാത്ത അവസ്ഥയില്ല. അവർക്ക് ഖമേനിയെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്, എന്നാൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ തല പോവും. അപ്പോൾ ഈ സൗദി അറേബ്യയിലെ കിരീടാവകാശിയായ ഈ സൽമാൻ രാജകുമാരൻ തന്നെ അദ്ദേഹം ഒരു വിദേശ മാധ്യമത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഈ ഖമേനിയെ വിശേഷിപ്പിച്ചത് ഹിറ്റ്ലറോടാണ്, അദ്ദേഹത്തോടാണ് താരതമ്യം ചെയ്തത്. ഹിറ്റ്ലറേക്കാൾ മോശമായ പദ്ധതിയാണ് ഇദ്ദേഹം ഉണ്ടാക്കുന്നതെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്, സൗദി രാജകുമാരൻ പറഞ്ഞത്. അപ്പോൾ വളരെ വ്യക്തമാണ് ഇക്കാര്യം, വളരെ വ്യക്തമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലെഗസി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇറാനുള്ളിൽ പോലും അയത്തുള്ള ഖൊമേനി ഉണ്ടായിരുന്നല്ലോ, ആദ്യത്തെ ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ നേതാവ് ഇല്ലേ. ആ ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ നേതാവെന്ന് പറയപ്പെടുന്ന അയത്തുള്ള ഖൊമേനിക്കുണ്ടായിരുന്ന ജനസമ്മതി പോലും ഇദ്ദേഹത്തിനില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്. തീർച്ചയായും ഈ വെള്ളിയാഴ്ചകളിലെ കുത്തുബ നമസ്കാരം പോലും ഇത് മറ്റുള്ളവരെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതികളായിരുന്നു ഖമേനി തയ്യാറാക്കിയ പദ്ധതികൾ മുഴുവൻ. അതായത് ഈ വെള്ളിയാഴ്ചകളുടെ കുത്തുബ നമസ്കാരത്തിനിടയിലാണ് അവിടുത്തെ സ്ത്രീകളെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പോലും ഖമേനി പറഞ്ഞിരുന്നത്. റേപ്പ് ടൂൾ എന്ന് പറയുന്ന ഒരു ടൂൾ തന്നെ ഖമേനിയുടെ കീഴിലുള്ള IRGCയുടെ ഈ ഒരു സേനയ്ക്കുണ്ടായിരുന്നു. അവർ നിരന്തരം ഇത് സ്ത്രീകൾക്കെതിരെ പ്രയോഗിച്ചുകൊണ്ടിരുന്നു. എന്തെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തിനെതിരെ സംസാരിച്ചാൽ പോലും അതോടൊപ്പം തന്നെ സ്ട്രിപ്പ് ചെയ്യുക, ഈ തല പിടിച്ച് മൊട്ടയടിക്കുക, അങ്ങനെ പല അംഗഭംഗം വരുത്തുക. മഷാമേനിയൊക്കെ ഒരു വളരെ വലിയ ക്രൂരമായ രീതിയിൽ ആക്രമിച്ചായിരുന്നു കൊന്നിരുന്നത്. അങ്ങനെയുള്ള ആൾക്കെതിരെ സ്ത്രീകൾ പോലും പ്രക്ഷോഭത്തിന്, അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതായത് ഈ പറയുന്ന ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അപ്പുറമാണ് ഈ പറയുന്ന മതബോധവും മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഐക്യപ്പെടലും. അവിടെ സ്ത്രീ വിരുദ്ധതയുണ്ടോ, അവിടെ മറ്റ് അടിമ സമ്പ്രദായമുണ്ടോ, അവിടെ സ്ത്രീകളെ ഒരു ആയുധം എന്ന നിലയിൽ, ഒരു ശിക്ഷ എന്ന നിലയിൽ സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നുണ്ടോ, ഇതൊന്നും ഇവർക്ക് വിഷയമല്ല. അത് ആ മതബോധത്തിൻ്റെ ഈ പറയുന്ന മദ്രസ പഠനത്തിൻ്റെ ഒക്കെ ഒരു ഫലമാണ്. ദേശീയതയ്ക്കും പ്രാദേശിക രീതികൾക്കും ഒക്കെ അപ്പുറം ഞങ്ങൾ അതിൻ്റെ ഭാഗമാണ് എന്ന് തോന്നുകയാണ്. അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത്. സദ്ദാം ഹുസൈൻ മരിച്ചപ്പോഴും കേരളത്തിൽ നമ്മളിത് കണ്ടു. ഇവിടെ കശ്മീരിലെ ഷിയ വിഭാഗം ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ലേ ലഡാക്ക് ഭാഗത്തൊക്കെ അവർ നടത്തി. അവർക്ക് പാരമ്പര്യമായിട്ട് തന്നെ ഇറാനുമായിട്ടൊരു അടുപ്പമുണ്ട്. പലപ്പോഴും പറയപ്പെടുന്നത്, അത് എത്രത്തോളം സത്യം ഉണ്ടായെന്നറിയില്ല, ഇറാനിലെ ഈ ആദ്യത്തെ അയത്തുള്ള ഖൊമേനിയുടെ വേരുകൾ തന്നെ കശ്മീരിലാണ് എന്ന് പറയുന്ന ചില ലേഖനങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം അവർക്കുണ്ട്. പക്ഷേ കേരളത്തിൽ ഈരാറ്റുപേട്ടയിലും കോഴിക്കോടും കിടക്കുന്ന സാധാരണക്കാരനായ മുസ്ലിമിന് ഒരു തരത്തിലും താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്ന ആളല്ല
ഇന്ന് വെളുപ്പിനെ കൊല്ലപ്പെട്ട ആയത്തുള്ള ഖമനേയി. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ, പിന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഈ ഖുതുബ നമസ്കാരത്തിനൊക്കെ ഈ പറയുന്ന ആഹ്വാനങ്ങൾ, ഈ ആഹ്വാനങ്ങൾ പ്രാവർത്തികമാക്കിയ ആളാണ് ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ ഇറാൻ്റെ നിഴൽ യുദ്ധങ്ങൾക്ക് ഒരു വലിയ രൂപവും വ്യവസ്ഥയും ഉണ്ടാക്കിയത്. ഇദ്ദേഹമാണ് കൃത്യമായിട്ട് ഹമാസിന്, ഹിസ്ബുള്ളയ്ക്കൊക്കെ ഇറാൻ്റെ സർക്കാരിൻ്റെ പണം കൊടുത്ത് തന്നെ അവരെ വളർത്തിയത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? മതമാണ് അതിനകത്തും വിഷയം. അതായത് മതവൈര്യമാണ് ഈ ഹിസ്ബുള്ള ഉപയോഗിച്ച് ഇസ്രായേലിനെ അടിക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയത്തില്ല, ഇസ്രായേലും ഇറാനും തമ്മിൽ അതിർത്തി പോലും പങ്കിടുന്നില്ല. എന്നാൽ പോലും ഇസ്രായേലിനെതിരെ നിരന്തരമായി ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് തന്നെ ശരിയല്ല, ഈ രാജ്യത്തെ ഞങ്ങൾ നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ആണവ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് ഒരു അവരുടെ അസ്തിത്വപരമായിട്ടുള്ള ഒരു ഭീഷണി അല്ല എന്ന് പറയാൻ കഴിയുക? തീർച്ചയായിട്ടും ഇസ്രായേലിന് അതൊരു വലിയ ഭീഷണി തന്നെയാണ്. കാരണം ഇത് റെഡിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിത് ആദ്യം പരീക്ഷിക്കാൻ, നമ്മൾ ഇന്ത്യ പൊക്രാനിൽ പരീക്ഷിച്ച പോലെ ഒന്നും ആയിരിക്കില്ല. അവർ പരീക്ഷിക്കുക ഇസ്രായേലിൻ്റെ മുകളിൽ തന്നെയായിരിക്കും. അത് കഴിഞ്ഞ് ബാക്കി എന്താണെന്ന് വെച്ചാൽ വരട്ടെ, അപ്പം നോക്കാമെന്ന് പറയും. പക്ഷേ ജൂതരെ കൊല്ലുക എന്നുള്ളത് ഞങ്ങളുടെ മതത്തിൻ്റെ ആവശ്യമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ മതചിന്തയുടെ ഭാഗമാണ് എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൃത്യമായി നേതൃത്വം കൊടുത്ത ആളാണ് ആയത്തുള്ള അലി ഖമേനെയി എന്ന് പറയുന്നത്. വളരെ അന്ധമായിട്ടുള്ള ഈ ജൂതന്മാർക്ക് നേരെ അന്ധമായിട്ടുള്ള എതിർപ്പ്, ആ എതിർപ്പിന് പുറമെ ഇവർക്കെതിരെ ഉപയോഗിച്ച ഹൂത്തികളെ, ഹിസ്ബുള്ളയെ, നമ്മളിവിടെ ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളെ നിങ്ങളാണ് വെറുപ്പുണ്ടാക്കുന്നത്, സംഖ്യകളാണ് വെറുപ്പുണ്ടാക്കുന്നത്, നിങ്ങൾക്ക് ജാതീയമായ ചിന്തകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദു സമൂഹത്തെ വിഘടിപ്പിക്കാനാണ് ഇവിടുത്തെ ഈ ലെഫ്റ്റ് ലിബറൽ ബുദ്ധിജീവികളും ജിഹാദികളുടെ പൈസ മേടിച്ചിട്ടുള്ള ചില ആൾക്കാരും ഒക്കെ ശ്രമിക്കുന്നത്. പക്ഷേ ഏറ്റവും വംശീയമായ എതിർപ്പ് അല്ലെങ്കിൽ ഏറ്റവും വംശീയമായ ശത്രുത അത് മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ആരാണ് എന്നിപ്പോൾ വളരെ വ്യക്തമാണ്. ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമാണ്. ഞാൻ ഇസ്രായേൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയോ അല്ലെങ്കിൽ അമേരിക്ക ഇന്ന് ഇറാനിൽ കയറി അടിച്ചതിനെയോ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. കാരണം അമേരിക്ക ഈ ചെയ്യുന്നത് ലോകത്തെ വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അമേരിക്കയ്ക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ യാതൊരു അധികാരവും ഇല്ല. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലൊക്കെ ചെയ്യാൻ ഇവിടെ വ്യവസ്ഥയുണ്ട്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണെങ്കിൽ അവർക്കത് ഡിഫെൻഡ് ചെയ്യാനും അവർക്ക് പൂർണ്ണ അവകാശമുണ്ട്. ഞാൻ പറയുന്നത് ഇസ്രായേലിനോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ അമിതമായ എന്തെങ്കിലും ഒരു വികാരം കൊണ്ടോ അല്ല. പക്ഷേ ഒരു വംശം, ഒരു ചെറിയ രാജ്യം, അത് പ്രത്യേക വംശത്തിൽപ്പെട്ട ജനങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യം ആയതുകൊണ്ട് മാത്രം അത് ഈ ഭൂമുഖത്ത് നിലനിൽക്കാൻ പാടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതിനുവേണ്ടി പണപ്പിരിവ് നടത്തുകയും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ സംഭരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗമാണ് മറ്റുള്ളവരെ വെറുപ്പാണ്, അയ്യോ നിങ്ങൾ സ്നേഹം കാണിക്കുന്നില്ല, നിങ്ങൾക്ക് വംശീയപരമായ എതിർപ്പാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഉപദേശിക്കാൻ വരുന്നത്. അതിൻ്റെ ഒരു ഇരട്ടത്താപ്പോട് ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കണം. കാരണം ഈരാറ്റുപേട്ടയിലോ ഈ പ്രകടനം നടത്തുന്ന ഒരാൾക്കും ഇസ്രായേൽ എവിടെയാണെന്നോ അല്ലെങ്കിൽ ഇറാൻ എവിടെയാണെന്നോ ചിലപ്പോൾ മാപ്പിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. അവരുടെ ഏക കണക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. ഇസ്രായേലിനോടുള്ള ശത്രുതയുടെയും കണക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടറിയാം. തീർച്ചയായിട്ടും ആ ഒരു ഇവൻ ഖുതുബ നമസ്കാരത്തിനിടയിലാണ് സൽമാൻ റുഷ്ദിയെ ഇദ്ദേഹം കൊല്ലണമെന്ന് പറഞ്ഞത്. അതായത് പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് അല്ല, ഇത് മാത്രമാണ് ചിന്ത. ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങൾ മാത്രമല്ല മനുഷ്യനെ ഭരിക്കേണ്ടത്, അത് ദൈവികമായ നിയമങ്ങൾ കൂടി അതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. ആ ദൈവികമായ നിയമം എന്തായാലും ദൈവം വന്നിറങ്ങി എഴുതി തരില്ല. ആ ദൈവികമായ നിയമം ഞങ്ങൾ തന്നെ തീരുമാനിക്കും. അതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ. ഇതിൻ്റെയൊക്കെ മറവിലാണ് ഇദ്ദേഹം സ്വന്തം രാജ്യത്ത് ഇത്ര വലിയ ക്രൂരതകൾ കാണിച്ചത്. ഇപ്പോൾ ഹരി പറഞ്ഞല്ലോ, സ്ത്രീകളെ മൊട്ടയടിക്കുന്നു, സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നു എന്ന്. ഏറ്റവും അവസാനത്തെ ക്രൂരതയാണ് ഈ ഡിസംബർ 2025 ജനുവരി 2026 പ്രക്ഷോഭത്തിന് നേരെ ഇദ്ദേഹത്തിൻ്റെ ഭരണകൂടം നടത്തിയ വലിയ അടിച്ചമർത്തൽ. 25,000 പേരൊക്കെയാണ് മരിച്ചതെന്ന് പറയുന്നു. 25,000 ഒന്നും അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വന്തം രാജ്യത്തെ സ്വന്തം പൗരന്മാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിക്രൂരനായ ഒരു ഭരണാധികാരി കൂടിയായിരുന്നു അദ്ദേഹം.
മറ്റുള്ളവർക്ക് മേലെ ഇദ്ദേഹം നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ അവിടെ സംഗീതത്തിൻ്റെ ഭാഗികമായ നിരോധനമുണ്ട്. പക്ഷേ ഖമനേയി, ഞാനത് ഇടയിൽ സൂചിപ്പിച്ച് പോകുന്നതല്ല, ഖമനായി പാടുമായിരുന്നു, ഖമനായി സംഗീതം ആസ്വദിക്കുവാനും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഭാഗികമായി ഇവിടെ നിരോധനം ഉണ്ടായിരുന്നു. സിനിമയ്ക്ക് വളരെ വലിയ നിരോധനം ഉണ്ടായിരുന്നു, പലരും നാട് കടത്തുകയായിരുന്നു ചെയ്തിരുന്നത്. ഇങ്ങനെ നിരന്തരം അവിടുത്തെ എല്ലാ കാര്യങ്ങളെയും അടിച്ചമർത്തി വെച്ച് ഒരു സ്വാതന്ത്ര്യവുമില്ല. അതായത് 79 വരെ വളരെ സർവ്വസ്വാതന്ത്ര്യത്തോടു കൂടി ജീവിച്ച ഒരു നാട്ടിലാണ് ഇത് ചെയ്യുന്നതെന്നാണ് മറ്റൊരു പ്രത്യേകത. ടെഹ്റാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ക്യാപിറ്റലായ ടെഹ്റാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പാരീസായിട്ടാണ് അറിയപ്പെടുന്നത്. പാരീസ് ഫാഷൻ ലോകത്തെ തലസ്ഥാനമാണ്. പാരീസിൽ ഇറങ്ങുന്ന എല്ലാ ഫാഷനുകളും അടുത്ത ആഴ്ച ടെഹ്റാനിൽ ഇറങ്ങുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പറ്റില്ല. ഇന്ന് പർദ്ദയിട്ട സ്ത്രീകളെ അല്ലാതെ വേറെ ഒന്നും കാണാൻ പറ്റില്ല. അവർ തന്നെ ഒറ്റയ്ക്ക് ഇറങ്ങാനും പറ്റില്ല. അതൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു പെൺകുട്ടിയുടെ ഞാൻ ഇന്ന് വായിക്കുമായിരുന്നു, അല്പം മുടി പുറത്ത് കിടന്നു എന്നതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയെ കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് പോലീസ് കൊന്ന കാര്യമൊക്കെ ഇന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ട്രാൻസിഷനാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോഴും ആ സ്വാതന്ത്ര്യത്തെ വിലമതിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ള, അതിനുവേണ്ടി മരിക്കാൻ തയ്യാറുള്ള ഒരു വലിയ ജനവിഭാഗം കൂടി ഇറാനിലുണ്ട്. അവരിൽ 25,000-30,000 പേരെയാണ് ഈ ഭരണകൂടം ഒരു ദയയുമില്ലാതെ ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് കൊന്നുകളഞ്ഞത്. ആ ഭരണകൂടത്തെയാണ് ഇവരൊക്കെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യാവകാശം അയ്യോ നിങ്ങൾ കാണിക്കുന്ന ഫാസിസമാണ് എന്നും പറഞ്ഞ് ഇവിടെ നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ടാണ് ഇതുപോലെ യഥാർത്ഥ ഫാസിസ്റ്റ് ഭരണകൂടത്തെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. സമാധാനം ലോകത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഇറാൻ്റെ പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ളവർ അമേരിക്കയുമായി ഒരു സന്ധി സംഭാഷണമെങ്കിലും നടത്തണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ, അവർക്കറിയാം ഈ ഒരു സംഗതി വരുന്നുണ്ട് എന്ന്. അത് നടത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്തത് ഇദ്ദേഹമാണ് അത് പറഞ്ഞത്. പറ്റില്ല, അമേരിക്കയുമായി സന്ധി സംഭാഷണവുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞും അതിന് പാര വെച്ച ആളും കൂടിയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും സ്വന്തം ലോകത്ത് ജീവിച്ച ഒരാളാണ് ഈ അലി ഖമനേയി എന്ന് പറയുന്നത്. ഇസ്രായേലിൽ നിന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം വേണം, അതിനു വേണ്ടിയിട്ട് ആര് തടസ്സം നിൽക്കുന്നോ അതിനെ ശക്തമായി തന്നെ നിങ്ങളോടൊപ്പം നിലനിൽക്കുമെന്ന് കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ഹരി, ഇപ്പോൾ ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം അവിടെ ഒരു സർക്കാർ മാറ്റം ഉണ്ടാകുമെന്ന്, വളരെ പെട്ടെന്നുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാഖ് പോലെ അല്ല. ഞാൻ രാവിലെയും ഒരു വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു. ഇറാഖ് പോലെയല്ല ഇത്. വളരെ കൃത്യമായ ഒരു ഭരണ സംവിധാനമുണ്ട്, ഒരു വലിയ സൈന്യമുണ്ട്, വലിയ ഒരു രാജ്യവുമാണ്. അപ്പോൾ ഇവിടെ അതുപോലൊരു വലിയ ഭരണമാറ്റം അമേരിക്കയുടെ ഇടപെടലിൽ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അതുപോലൊരു വലിയ സൈനിക മുന്നേറ്റം അമേരിക്ക നടത്തേണ്ടി വരും. അത് നടത്താൻ ട്രംപ് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഞൊടുക്കിൽ കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളതിനപ്പുറം ഒരു വലിയ യുദ്ധം, ഒരു കരയുദ്ധമൊക്കെ നടത്താൻ ട്രംപ് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു ഭരണമാറ്റം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. നടന്നുകൂടാഴികയില്ല, പക്ഷേ കുറവാണ്. അതിന് സാധ്യതയുണ്ടെങ്കിൽ അത് അവിടുത്തെ ആ രാജ്യത്തെ ജനങ്ങൾക്കത് സാധിക്കണം. പക്ഷേ പാവങ്ങളുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. അവർ തെരുവിൽ പ്രതിഷേധിക്കുന്നു എന്നല്ലാതെ അതിനപ്പുറം അവർക്ക് ആയുധങ്ങളില്ല. അതുകൊണ്ട് വലിയൊരു സൈന്യമാണ് അവിടെ ഉള്ളത്. ആ സൈന്യമാണെങ്കിൽ പൂർണ്ണമായ മതഭ്രാന്തന്മാരുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതീക്ഷ കെടുത്തുന്ന ചില ഘടകങ്ങൾ കൂടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ ഇനി കണ്ടു തന്നെ അറിയാം. തീർച്ചയായിട്ടും നമ്മൾ നോക്കിക്കാണുകയാണ്. നമ്മൾക്ക് വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരും. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.